ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു വാട്ടർഫോള് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ. നല്ല രസമില്ലേ കാണാൻ? ശരിക്കും നമ്മുടെ അതിരപ്പള്ളിയിലെ വാട്ടർഫോൾസ് പോലെയില്ലേ? നല്ല രസമുണ്ടല്ലേ? നല്ല ശക്തിയിലാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണത്. ഇത് നോക്കിയാൽ ഇങ്ങനെ ഒഴുകി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളിന്ന് ന്യൂജേഴ്സിയിലൊരു വാട്ടർഫോള് കാണാനാണ് പോണത്. വലിയ വാട്ടർഫോളൊക്കെയാണെന്നാണ് കേട്ടോ ഈ ഒരു ഗൂഗിളിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം വെള്ളം ഉണ്ടാവുമെന്ന്. എന്തായാലും പോയി നോക്കാം അല്ലേ. നമ്മൾ നയാഗ്ര വാട്ടർഫോൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പെൻസിൽ വാലിയിൽ ബുഷ്കിൽ വാട്ടർഫോൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ വാട്ടർഫോളാണ് കേട്ടോ കാണാൻ പോണേ. അത് ന്യൂജേഴ്സിയിൽ. അപ്പോൾ നമുക്ക് നോക്കാം എന്തോരം വലിപ്പമുണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. നമ്മൾ ഒരുപാട് ഉൾവഴികളിലൂടെ ഒന്നും അല്ലാട്ടോ പോയത്. എങ്കിലും പോണ വഴിയിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ അറിയാലോ കാടിൻ്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കരമായ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയായിരുന്നു നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ അതിരപ്പള്ളിയിലുള്ള പോണ വഴിയിൽ ആ ഒരു കാടിൽ അതിനേലും ഭീകരമായിട്ടുള്ളൊരു കാടാണ് കേട്ടോ ഇത്. പിന്നെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഈ കാടിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ വീടുകളുണ്ടാവും. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെയൊക്കെ കാടുകളുടെ ഉള്ളിലൊക്കെ വീടുകളും ആൾതാമസവും ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ അതേ വാട്ടർഫോളിൻ്റെ അവിടെ വന്നു, വണ്ടി പാർക്ക് ചെയ്തു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ എന്തൊരു പാടാണെന്ന് പറഞ്ഞാൽ. കാര്യം ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ എന്തൊരു തിരക്കും വണ്ടികളും ഒക്കെയാണ്. ഇത് കണ്ടില്ലേ എന്തോരം വണ്ടികളാണ് പാർക്ക് ചെയ്തേക്കണം. നമ്മളങ്ങനെ ഇനിയിപ്പോൾ ഫോൾസിന് അങ്ങനെ നടക്കണേന്. ട്രൈ ചെയ്യൂ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഓറിയോ. ഇതെന്തൊന്നാടാ ഫ്ലേവർ? ചോക്ലേറ്റ് എല്ലാം കൂടിയുള്ള മിക്സ്. അയ്യോ പാത്തൂൻ്റെ എന്താണത്? എടുത്തോടെ കൊള്ളാട്ടാ. അതെ, അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഐസ്ക്രീം വാനില വിത്ത് കാരമൽ. ഞങ്ങളങ്ങനെ അതേ ഐസ്ക്രീമൊക്കെ തിന്ന് വയറ് ഫുള്ളായി. എന്തുമല്ല ഐസ്ക്രീമാണ് എൻ്റെ പൊന്നെ. കഴിച്ചിട്ടും തീർന്നേ ഉണ്ടായിരുന്നില്ല. ഒരു കണക്കിന് പിന്നെ തീർത്ത്. ഒരാളെ കൊണ്ടൊന്നും പറ്റുമെന്ന് തോന്നല്ലോ ഒരു ഐസ്ക്രീം കഴിക്കാൻ. അപ്പോൾ നമുക്കിനി വാട്ടർഫോളിൻ്റെ അവിടെ പോവാട്ടോ. അങ്ങനെ നടക്കണം. അപ്പോൾ നമുക്ക് വാട്ടർഫോള് കാണാം. കണ്ട എൻ്റെ പിന്നെ ഷാളൊക്കെ പറന്നു. ഇതാണ് വാട്ടർഫോൾ. എന്ത് ശക്തിയിലാണ്. താഴെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ വന്നൊക്കെ ഇരിക്കാം. അവിടെ ഒരുപാട് സീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തോ ഒഴുക്കിലാണ് പോണേന്ന് നോക്ക്. നല്ല ഭംഗിയുണ്ടല്ലേ. 77 അടിയുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ തന്നെ ഇരിപ്പില്ലേ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഡയറക്ഷനിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കാണല്ലോ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. അപ്പോൾ ഇതിലെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് നേരം ഇരിക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ട ആൾക്കാരൊക്കെ അവിടെ താഴെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു അടിപൊളി വ്യൂ കിട്ടും. പക്ഷെ ഞങ്ങളിപ്പോൾ താഴേക്ക് പോകുന്നില്ല, അവിടെ നല്ല വെയിലാണ്. ഞങ്ങൾ വേറെ ആ വാട്ടർഫോളിൻ്റെ സൈഡിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടുത്തെ തിരക്കുകളൊക്കെ കണ്ടില്ലേ.
ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ നീങ്ങിയാൽ കിട്ടിയത്. എന്തോരം തിരക്കാണ്. ഇന്ത്യൻസിനൊക്കെ ഇവിടെ ഒരുപാട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നടക്കാം കേട്ടോ. ആ വാട്ടർഫോളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമുക്ക് കുറച്ചധികം നടക്കാനുണ്ട്. വെയിലാണ്, അതാണ് ഒരു പ്രോബ്ലം. നമ്മളങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇത് മാത്രത്തെ വ്യൂ കാണാം. കണ്ടത് ഒരു വലിയ പാറയുണ്ട് തോന്നുന്നു. ഇനി നമുക്ക് ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്താം. പോകുന്ന വഴിയിൽ ഇതേ ഒരു ചേച്ചി എന്തോ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്നൊന്നോടെ ഐസ്ക്രീമാണോ? ഫ്രൂട്ട്സ് ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഉണ്ട്. ദേ ഈ കാണുന്ന ഈ കുഞ്ഞു ബ്രിഡ്ജിൽ കൂടി കടന്നിട്ട് വേണം കേട്ടോ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ എത്താനായിട്ട്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്ന കാണാം. പഴയൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇങ്ങനെ മരത്തിൻ്റെ ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ പാലം ഉണ്ടാക്കി വെച്ചേക്കണത്. ഇതിൽ കൂടി ഇങ്ങനെ നടന്ന് കുറേ അങ്ങോട്ട് നടക്കാനുണ്ട്. നമുക്ക് അപ്പുറത്ത് കടന്നിട്ട് വേണം വാട്ടർഫോൾ തൊട്ടടുത്ത് കാണാനായിട്ട്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഇവിടെ. ഞാൻ വോയിസ് കൊടുത്തിട്ട് അത്ര ക്ലിയർ ഒന്നുമല്ല, എങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കട്ടെ, ആ സൗണ്ട് ചെറിയൊരു കുറവുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കാരണമാണ്. എന്ത് ശക്തിയിലാണെന്ന് നോക്കൂ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഈ കമ്പിയുടെ അപ്പുറത്ത് കൂടി മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊബൈൽ അപ്പുറത്തേക്ക് ചാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതൽ റിസ്ക് എടുക്കാതെ. നല്ല അടിപൊളി സൗണ്ടാണ്. എന്ത് ശക്തിയിലാണെന്ന് പറഞ്ഞാൽ വെള്ളം പോണേ. പാത്തു ഇഷ്ടപ്പെട്ടാ? പിള്ളേർക്കൊക്കെ ഹാപ്പിയായി. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ എങ്കിൽ നല്ല വെയിലാ, കുറേ നടക്കാനുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു പാർക്കൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ നടന്ന് കിലോമീറ്ററുകളോളം ഇങ്ങനെ നടക്കാം. ഇതിപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൈഡ് പോലെ ഉണ്ടല്ലേ. അത് എങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ. ആ ഒരു കുഞ്ഞു ബ്രിഡ്ജില്ലേ കാണുന്നത്, ആ ബ്രിഡ്ജ് ഭയങ്കര ശോചനീയാവസ്ഥയിലാണ്. അത്ര ഡേഞ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്തേക്കാണ്. അതിനെ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. താഴത്തേക്കൊക്കെ കണ്ട നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫുള്ള് സൗണ്ടാണ്, വെള്ളം വീണ സൗണ്ട്. എല്ലാവരും തല പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ നോക്കിയ നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ വന്ന പോലെ ഒരു ഫീൽ. ऐसे जाना पड़ेगा, ब्रिज क्रॉस करके तो इधर आना है. ആളുകളൊക്കെ അവിടെ അപ്പുറത്ത് പാർക്കിൽ പോയി നിൽക്കുന്നുണ്ട്. നമുക്കിനി ആ റോഡിൻ്റെ ആ ബ്രിഡ്ജിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ചുറ്റി വളഞ്ഞ് വേണം അവിടെ ആ പാർക്കിലെത്താനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് വാട്ടർഫോളിൻ്റെ വ്യൂ കാണാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചേ കണ്ടോ, ഈ ഒരു പാലമാണ് ഇവർ ക്ലോസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഈ വെള്ളത്തിൻ്റെ നല്ലൊരു ഭാഗമൊക്കെ കാണാൻ പറ്റും. ഇതെന്ത് സാധനമെന്നാവും, ഒരു പൈപ്പ് പോയിട്ടുണ്ട്. എന്ത് പൈപ്പാണെന്ന് അറിയില്ല. കണ്ടോ, നീളത്തിൽ പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ച് നടക്കാം കേട്ടോ. അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കല്ലേ. ഇനിയിപ്പോൾ അവിടെ അപ്പുറത്തെ സൈഡിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചുറ്റി കറങ്ങിയിട്ട് വേണം
അപ്പുറത്തെത്താനായിട്ട്. അപ്പം നമുക്കിനി കുറേ കൂടി നടക്കേണ്ടി വരും ഈ വെയിലത്ത്. എന്തായാലും പോവാല്ലേ, ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നേ. ഇവിടെ ഉള്ള ആളുകൾക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്നുവെച്ചാൽ ഈ ഒരു സീസണിലല്ലേ എല്ലാവരും പുറത്തിറങ്ങുള്ളൂ. നമ്മളിതേ ആ പാലത്തിൽ കയറി അവിടെയാണ് നിന്നത്. ഇവിടെ ആൾക്കാർ നിൽക്കണണ്ട. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ആൾക്കാർ നിൽക്കണുണ്ടത് ഇവിടെ. അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ എടുത്തത്. പിന്നെ ഇപ്പം നമുക്ക് ഇതിലെങ്ങനെ പോയി ചുറ്റിക്കറങ്ങി അവിടെ എത്താം. നമ്മളങ്ങനെ ആ പാലം കടന്ന് ഇപ്പുറത്തെത്തി കേട്ടോ. അവിടെ കുറച്ചിടം മാത്രമേ ഉള്ളൂ വെയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുള്ള് മരങ്ങളാണ്. ഇത് കണ്ടില്ലേ, കണ്ട ഈ വഴി കൂടെ പോകണം. ഫുള്ള് പച്ചപ്പ്, അതുകൊണ്ട് നല്ല തണലുണ്ട്. ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇരിപ്പുണ്ട്. ഇവിടെ സീറ്റൊക്കെ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം അവിടെ. എവിടെ നോക്കിയാലും സീറ്റുകളാണ്. ആ താഴെ കാടിൻ്റെ ഇടയിലൊക്കെ സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കണുണ്ടില്ലേ. അപ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടേക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കാം. ഞങ്ങളപ്പോൾ ഈ പാർക്കിൻ്റെ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട പാർക്കിൻ്റെ പേരൊക്കെ കൊടുത്തതെന്ന് കണ്ട. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. ഒരു ബിൽഡിങ് കണ്ട, സ്റ്റേഡിയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ ഈ സൈഡേ വന്നേ, ഇത് ഗേറ്റ് വഴിയല്ല വന്നേ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഈ ബോർഡൊന്ന് കാണിച്ചാണ്. പിന്നെ നമുക്ക് ഇവിടെ കയറി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ, ഫാമിലീസ്, ഇവിടെ കൂടുതലും പിള്ളേരാണ്. കുറേ എന്താ പറയുക, പിള്ളേർ കുഞ്ഞു കുഞ്ഞു സൈക്കിളൊക്കെ ആയിട്ട് വന്നിട്ട് സൈക്കിളൊക്കെ ഓടിക്കണ്, ബോളായിട്ട് വന്ന് ബോൾ കളിക്കണ്. അങ്ങനെ ഒരു അടിപൊളി പാർക്ക്. ഫുള്ള് ഇങ്ങനെ പുൽമേടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. ഫുള്ള് ഫാമിലീസാണ് ഇവിടെ. കണ്ട ഫാമിലിയിൽ അയാളുടെ കയ്യിൽ കണ്ട സൈക്കിള് എന്താ പിള്ളേരൊക്കെ കളിക്കണുണ്ടല്ലേ. ഈ പാർക്കിൽ മൊത്തം ഇങ്ങനത്തെ ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുക കേട്ടോ. നമുക്കിനി വാട്ടർഫോളിൻ്റെ അങ്ങനെ തന്നെ പോകാം. ഇവിടെ എന്തൊക്കെയോ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. ഇതെന്താ സംഗതിയൊന്നും അറിയില്ല. എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ എന്ത് ശക്തിയിലാലേ. ആ അടിപൊളി. നല്ല അടിപൊളി വ്യൂ അല്ലേ. നമ്മളവിടെ വെച്ച് വീഡിയോ എടുത്തില്ലേ, ദൂരത്ത് നിന്ന് കണ്ടില്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ തൊട്ടടുത്ത് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ വ്യൂ കണ്ട. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ നടക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ നടക്കണം. അപ്പോൾ നമുക്ക് അതിൽ കൂടി നടന്നിട്ട് കാണാം കേട്ടോ. അതിനടുത്ത് കാണാം വാട്ടർഫോളിനെ. ഞാൻ പറയണത് കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ. വെള്ളം തന്നെ മഴ പെയ്യണം അത്.
അതുപോലെ എന്ത് ശക്തിയിലാണ് നോക്ക്. ഇത്രേ അടുത്ത് കാണുന്ന ഫ്രിഡ്ജ് കണ്ടോ? ആ ഫ്രിഡ്ജാണ് ആ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ആ ഫ്രിഡ്ജ് നല്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അറിയാം. അതിലിങ്ങനെ കടന്നായിരുന്നെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നടക്കാമായിരുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി വരിഞ്ഞ് ഈ വെയിലത്ത് കുറേ നടക്കേണ്ടി വരും. വേണ്ട ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരിക്കണണ്ട. കുറച്ച് ഏരിയാസ് ഉള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ച് കുറേ ഉണ്ടാവുന്നു. പുൽമേടുകളായിട്ടേ കുറച്ച് ഭാഗമുള്ളൂ. ഇതിലേക്ക് ആളുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് അവിടെയൊക്കെ പോയിരുന്ന് അവിടേക്ക് ഇരിപ്പുണ്ട് ആൾക്കാർ. അത് കണ്ടോ, ഒരു മരത്തടി. ഞാൻ ആദ്യം വിചാരിച്ചെന്തോ മുതലാണ്. എന്താ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ആൾക്കാർ. നമ്മളിപ്പോൾ ഇനി തിരിച്ചു പോവുകയാണ്. അത്രയ്ക്കുള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ. വാട്ടർഫോൾ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ടായി ഒരു വാട്ടർഫോൾസ്. അപ്പോൾ എന്തായാലും ന്യൂജേഴ്സിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരണം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഇതിൻ്റെ ഊടുവഴി കൂടെയൊക്കെ ആൾക്കാർ പോകണണ്ട. കണ്ടോ, അങ്ങടൊക്കെ വഴിയുണ്ട്. വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ തോന്നണം. പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. എന്ത് സ്പീഡിലാണെന്ന് അറിഞ്ഞാൽ വെള്ളം പോണേ. നല്ല ഒഴുക്കാണ്. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. ഒക്കെ ആണുങ്ങളാണ് ഇറങ്ങി പോണത്. ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് പോകാം. എന്നിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഐസ്ക്രീം എന്നൊക്കെ ദഹിച്ചു പോയി തോന്നണം. കുറേ നടന്ന് നിങ്ങളെ മൊത്തം ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ്. നല്ല വെയിലും അല്ലേ. നമ്മളങ്ങനെ അതേ നടന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ പിന്നെ ഇത് പീറ്റർസൺ എന്ന് പറഞ്ഞ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ മന്തി കഴിക്കാനായിട്ട് വന്നിട്ടുള്ളൊരു ഏരിയ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗമാണിത്. നമ്മളങ്ങനെ അതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഏരിയയിൽ മൊത്തം പലസ്തീൻ, യമൻ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടോ. ഇവിടെ ഫുള്ള് അങ്ങനത്തെ മന്തികൾ, ഷവർമ, അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ഇവിടുത്തെ ജ്വല്ലറികൾ, ഡ്രസ്സുകൾ, ഷോപ്പ്, അങ്ങനത്തെ ഫുള്ള് ഒരു ഏരിയ ഉണ്ടോ. ഇതൊരു സ്ട്രീറ്റ് പോലെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ തന്നെ വരാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർഫോളും ഇതും തമ്മിൽ അധികം അങ്ങനെ ദൂരമൊന്നുമില്ല. അപ്പോൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്യാനാണ് ബുദ്ധിമുട്ട്. കുറച്ച് ദൂരമായിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസും റൊട്ടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിലിട്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒലീവ്, മുളക്, ഇതൊക്കെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിക്കാനായിട്ട്. ഉപ്പും മുളകും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുമ്പോൾ തന്നെ അവർ നമുക്കതിങ്ങനെ തരും റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഗ്രിൽ ഐറ്റംസുകൾ, കബാബ് അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ റൈസും അങ്ങനെയാണ് ഇവർ തന്നത്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ടീ ഉണ്ട്. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ യമൻ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ യമൻ ടീ കിട്ടുമെന്ന്. പക്ഷേ ഇത് യമൻ റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് തന്നെ ഷവർമയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രിൽഡ് ചിക്കൻ വിത്ത് റൈസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം തന്നെ അടിപൊളിയാണ്. നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഒരേ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടെ കയറിയത്. ഈ ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ കിട്ടിയ ഈ റൈസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സാറ വെറിഞ്ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അരിയില്ലേ, അത് വെച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഇവർ ഈ ഒരു റൈസ് ഉണ്ടാക്കിയേക്കണത്. യെല്ലോ കളറിലായിട്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. വെൽക്കം ടു ലിറ്റിൽ പലസ്തീൻ. അപ്പോൾ ദേ ഇതാണ് ലിറ്റിൽ പലസ്തീൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കണത്. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ആണിത്. എല്ലാ ഷോപ്പുകളും പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ വൈകിട്ടായതുകൊണ്ട് അവിടെ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വാട്ടർഫോളിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുത്തേക്കണം കേട്ടോ. ന്യൂജേഴ്സിയിലുള്ളവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫോളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.